ചിലതിൽ പബ്ലിക്കുകൾ നമ്മളെ ഇങ്ങോട്ട് ഹരാസ് ചെയ്യുകയോ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ചിലത് നല്ലതാണ്. വടക്ക് പടിഞ്ഞാറ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചില അഡ്വക്കേറ്റ്സ്, പബ്ലിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്, രാഷ്ട്രീയക്കാർ, ഇവർക്കൊക്കെ ചിലപ്പോൾ വടക്ക് പടിഞ്ഞാറ് മൂലയിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തർക്കും ഓരോ ദിക്കിൽ പറയുന്നുണ്ട്. കാർ പോർച്ചോ അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്ത് അവിടെ കട്ട് ഓഫ് വരുത്തിയിട്ട് ബെഡ്റൂം ഉള്ളിലേക്ക് കയറ്റി പണിയും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും സമാധാനത്തെയും അറിയാൻ പറ്റും. നമ്മുടെ പണി തുടങ്ങി പണിയിൽ തടസ്സങ്ങളുണ്ടാകുക, പണി തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, പണിയിൽ ചില കുരുത്തക്കേടുകൾ വരിക, പണിക്കാരിട്ടിട്ട് പോവുക, പണി തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചില സമയത്ത് നമ്മൾ വയ്ക്കുന്ന വീടുകൾ ചില തെറ്റുകളൊക്കെ അതിനകത്ത് വന്നു പെടും. എത്ര കണക്കൂട്ടലുകളോടുകൂടി വെച്ചാലും ഒരു എക്സ്ട്രാ കുണുക്ക് ഉണ്ടാക്കി വെച്ച് നമ്മൾ തന്നെ ദുരിതം ഇരന്ന് മേടിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. പഞ്ചശിരസ് എന്നും പറഞ്ഞൊരു സംഭവം പഞ്ചശിരസ് വെച്ചാൽ സകല ദുരിതം മാറുമെന്ന് പറയും. തെറ്റാണത്. പഞ്ചശിരസ് വെച്ചാൽ ദുരിതമൊക്കെ മാറും വയ്ക്കേണ്ട രീതിയിൽ വെച്ചാൽ. 2-3 കാറ്റഗറിയിൽപ്പെട്ട ജോലിക്കാർക്ക് കുറച്ചധികം പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കാം. അതെല്ലാവർക്കും അവിടെ പറ്റില്ല. സർജന്മാരും പട്ടാളക്കാരും ഒക്കെയാണ്. അതിന് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതല്ല. 4 കെട്ടിൻ്റെ സാധനമുണ്ട്. ആ 4 കെട്ടിൻ്റെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉയർച്ച ഉണ്ടാവും. 4 കെട്ടിൻ്റേതല്ലാത്ത വീടിൻ്റെ മൊത്തം നാഭി സെൻട്രലിൽ താത്തിയിട്ട് മോളിൽ നിന്നൊരു നമസ്കാരം. NBC ജ്യോതിഷം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ നിറവാർന്ന ചില വിശേഷങ്ങൾ പറയാനായിട്ട് ഉളിയന്നൂർ പെരുന്തച്ചൻ തൃക്കോവിലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനം, വീട് ഉറപ്പുള്ളതും ഭംഗിയുള്ളതും അതിമനോഹരമായിട്ട് പണിയുവാൻ നാം എല്ലാം ശ്രദ്ധ ചെലുത്താറുണ്ട്. എത്ര കണ്ട് കാശ് മുടക്കി, എത്ര കണ്ട് മനോഹരമായ, എത്ര നല്ല വീടുകൾ പണിയാൻ നാം എല്ലാം കഷ്ടപ്പെട്ട് ലോൺ എടുത്തോ നമ്മൾ വീട് പണിയും. അതിന് നമ്മൾ വേണ്ട ആദ്യം ഒരു കണക്കുണ്ടാക്കും. ചിലപ്പോൾ ഇതൊന്നുമില്ല, ആർക്കിടെക്റ്റിനും എഞ്ചിനീയറെ കാണും. അവരൊരു പ്ലാൻ തരും. നമുക്കൊരു ഡിസൈൻ, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. ഇന്ന വശം ഇന്നടത്തേക്ക് തള്ളിയിരിക്കണം, ഇന്ന വശം കുറുകിയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന വശത്ത് വിസ്താരം ഉണ്ടാകണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരും ഒരു ഡ്രോയിങ് തരും. നമ്മൾ പലപ്പോഴും അബദ്ധത്തിലേക്ക് ഇന്ന് കാണും. വീടിൻ്റെ എപ്പോൾ നോക്കിയാലും എപ്പോൾ പ്ലാൻ ചെയ്താലും റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കണം വീട്. സ്ക്വയർ ഷേപ്പിൽ നമുക്ക് വീട് പണിയാൻ പാടില്ല. അത് ക്ഷേത്രങ്ങൾക്കുള്ള വാസ്തുവിൽപ്പെട്ടതാണ്. നമ്മുടെ വീട് ദീർഘചതുരാകൃതിയിലുള്ളതാണെങ്കിൽ, അതിൻ്റെ വ്യക്തമായ കണക്കിൽപ്പെട്ടതാണെങ്കിൽ, ചുറ്റളവുകളെല്ലാം കൃത്യമാണെങ്കിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ 90% സാധ്യതയുണ്ട്. ബാക്കിയുള്ളത് അതിനകത്തുള്ള എലമെൻസുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ വീടിൻ്റെ കന്നിമൂല പ്രധാനമായിട്ട് നോക്കുന്ന ചില വീടുകൾ, പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളാണ് കന്നിമൂല കുഴിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചിട്ട് കാർ പോർച്ചോ അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്ത് അവിടെ കട്ട് ഓഫ് വരുത്തിയിട്ട് ബെഡ്റൂം ഉള്ളിലേക്ക് കയറ്റി പണിയും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും സമാധാനത്തെയും തകർക്കും. എന്നിരുന്നാൽ ചില ആൾക്കാർക്ക് അതുകൊണ്ട് നേട്ടങ്ങളുണ്ട്. അത് 2-3 കാറ്റഗറിയിൽപ്പെട്ട ജോലിക്കാർക്ക് കുറച്ചധികം പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കാം. അതെല്ലാവർക്കും അവിടെ പറ്റില്ല. സർജന്മാരും പട്ടാളക്കാരും ഒക്കെയാണ്. അതിന് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കണം. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂല താഴ്ന്നോ കൊഴിഞ്ഞു വരുന്ന കട്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തെ അത് ബാധിക്കും. വീട്ടിലുള്ളവരുടെ മനസ്സമാധാനത്തെയും ആരോഗ്യത്തെയും അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ കഴിവതും കന്നിമൂല സ്ക്വയറാക്കി എടുക്കാൻ നോക്കുക. അതേ കണക്ക് തന്നെയാണ് അഗ്നികോണും. അഗ്നികോണിലും കുഴിവോ തിരിവോ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പണി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ പണി തുടങ്ങി പണിയിൽ തടസ്സങ്ങളുണ്ടാകുക, പണി തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, പണിയിൽ ചില കുരുത്തക്കേടുകൾ വരിക, പണിക്കാരിട്ടിട്ട് പോവുക, പണി തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് കറക്റ്റ് ചെയ്യണം. അന്ന് തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്കെല്ലാം വളരെ ഉത്തമമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പണിക്കാരെ ഇട്ടുകൊണ്ട് പോകാൻ കാര്യം, പണിക്കാർക്ക് നിങ്ങളോടുള്ള വിരാഗം നമുക്ക് പണിക്കാരോടുള്ള വിരോധം കൊണ്ടല്ല, അവരുടെ മാനസികാവസ്ഥ ചെന്ന് എത്തിക്കുന്നത് ഈ വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ നിൽപ്പ്, ഇരിപ്പ്, അതിനൊക്കെ എല്ലാത്തിനും നമ്മൾ 64 പദയോനിയിൽ പെടുത്തി കൃത്യമായ കണക്കുകളോടുകൂടി പോകുന്ന ഈ വീടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ തീർക്കാൻ പറ്റും. ആ കെട്ടിടങ്ങളൊക്കെ
പണിക്കാർ നമ്മൾ വിളിക്കാണ്ട് തന്നെ അവരിങ്ങോട്ട് വരും. നമ്മുടെ പൈസകളെല്ലാം റെഡിയാവും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഈ കന്നിമൂലയിൽ ഒന്നുകിൽ ചാടിച്ചു നിർത്തുക, അഗ്നികോണിൽ ചാടിച്ചു നിർത്തുക, ഒതുക്കി നിർത്തുക, കട്ട് ഓഫ് വരികയോ ചെയ്യുക. മറ്റ് വടക്ക് കിഴക്കേ മൂലയിലാണ് ഒരു ചെറിയ ചാട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചില സ്ഥലങ്ങളിൽ, ചില സാധനങ്ങളിൽ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. വടക്ക് പടിഞ്ഞാറൻ മൂലയിലും ചില ചാടികൾ ഇത് പബ്ലിക്കിനെ ഇത് ചെയ്തിരിക്കും. ചിലതിൽ പബ്ലിക്കുകൾ നമ്മളെ ഇങ്ങോട്ട് ഹരാസ് ചെയ്യുകയോ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ചില നല്ലതാണ്. വടക്ക് പടിഞ്ഞാറ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചില അഡ്വക്കേറ്റ്സ്, പബ്ലിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്, രാഷ്ട്രീയക്കാർ, ഇവർക്കൊക്കെ ചിലപ്പോൾ വടക്ക് പടിഞ്ഞാറൻ മൂലയിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തർക്കും ഓരോ ദിക്കിൽ പറയുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ, നമ്മുടെ വാസ്തുശാസ്ത്രത്തിൻ്റെ പല പുസ്തകങ്ങളിലും പല രീതിയിലായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇന്നുള്ള പേരുകളായിരിക്കില്ല അതെല്ലാം. ഇന്ന് ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറും ഡിസൈൻ എഞ്ചിനീയറും ഒക്കെ ഉണ്ട്. അന്ന് അതൊന്നുമല്ല, അതിൻ്റെ പേരൊക്കെ വേറെ ആയിരിക്കും. നമ്മളതിനെ ഇത് പല അസുഖങ്ങളെ ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ക്യാൻസറൊക്കെ കണ്ടുപിടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. മാരകമായ ചില അസുഖങ്ങൾ, ചില സ്ഥലങ്ങളിൽ കുഴിവ് വരിക, അത് നമുക്ക് കോട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്ത് ചിലവർ താത്തി വയ്ക്കുക. ഇപ്പം 4 കെട്ട് പോലെയല്ല, 4 കെട്ടിൻ്റെ സാധനമുണ്ട്. ആ 4 കെട്ടിൻ്റെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉയർച്ച ഉണ്ടാവും. 4 കെട്ടിൻ്റേതല്ലാത്ത വീടിൻ്റെ മൊത്തം നാഭി സെൻട്രലിൽ താത്തിയിട്ട് മുകളിൽ നിന്നൊരു വെറുകോളയോ അതുപോലെ ഇതൊക്കെ വെച്ച് വലിയ ഇതൊക്കെ ഇത് ചെയ്ത് കഴിയുമ്പം അവിടെ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിയുമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അതെല്ലാം നല്ല രീതിയിൽ കണക്ക് നോക്കിയിട്ട് മാത്രം ചെയ്യുക. നിങ്ങൾക്കെന്നും നേട്ടങ്ങൾ, നിങ്ങൾക്കെന്നും ഐശ്വര്യങ്ങൾ, നിങ്ങൾക്കെന്നും പബ്ലിക്കുമായിട്ടുള്ള ബന്ധങ്ങൾ, പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുട്ടികൾക്കുള്ള സമയത്ത് വിവാഹം കഴിപ്പിക്കുക, വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, ഇതിനെല്ലാം സാധിക്കും. ചില ഇതെല്ലാം നമ്മളെ തന്നെ ക്ഷണിച്ചു വരുന്ന നമുക്കും കൂടി ഇതുണ്ട്. ചില സമയത്ത് നമ്മൾ വയ്ക്കുന്ന വീടുകൾ ചില തെറ്റുകളൊക്കെ അതിനകത്ത് വന്നു പെടും. എത്ര കണക്കൂട്ടലുകളോടുകൂടി വെച്ചാലും ഒരു എക്സ്ട്രാ കുണുക്ക് ഉണ്ടാക്കി വെച്ച് നമ്മൾ തന്നെ ദുരിതം മേടിക്കുന്ന സമ്പ്രദായം കണ്ടുണ്ട്. ഇതിനെല്ലാത്തിനും നമ്മൾ ഇപ്പോൾ ഒരു പഞ്ചശിരസ് എന്നും പറഞ്ഞൊരു സംഭവം പഞ്ചശിരസ് വെച്ചാൽ സകല ദുരിതം മാറുമെന്ന് പറയും. തെറ്റാണത്. പഞ്ചശിരസ് വെച്ചാൽ ദുരിതമൊക്കെ മാറും വയ്ക്കേണ്ട രീതിയിൽ വെച്ചാൽ. വയ്ക്കേണ്ട രീതിയിൽ പഞ്ചശിരസ് വെച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ മർമ്മപീഡകളും ഗ്രഹദോഷങ്ങളും ഗ്രഹശാന്തി ഉണ്ടാക്കാനായിട്ട് പഞ്ചശിരസ് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇന്ന് പഞ്ചശിരസ് തെറ്റായി വെച്ചു കൊടുക്കുന്ന ഇത് ശരിയായ രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. പഞ്ചശിരസിൻ്റെ 5 മൃഗങ്ങളുടെ തലകളും 5 സ്ഥലത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരിതുണ്ട്. അങ്ങനെ പഞ്ചശിരസ് വെച്ച് കഴിഞ്ഞാൽ 4 ദിക്കിലും നടുക്ക് വയ്ക്കേണ്ട ഇത് നടുക്കുമായിട്ട് വെച്ച് ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മൾ ആ വീടിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ വീട് പഞ്ചശിരസും വാസ്തുപുരുഷൻ്റെ യന്ത്രവും ഒക്കെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്. അത് അധികം ധനമൊന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മളത് ചെയ്ത് വീട്ടിലേക്ക് വേണ്ട ഐശ്വര്യങ്ങൾ ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.